ഹലോ. ഇന്നലെ മലയാളികൾ മലയാറ്റൂർ എന്ന പേരിൽ മനസ്സിലേറ്റിയ എഴുത്തുകാരൻ്റെ മലയാറ്റൂർ KV രാമകൃഷ്ണ അയ്യരുടെ ഓർമ്മ ദിവസമായിരുന്നു. മലയാറ്റൂർ സ്മാരക സമിതിയുടെ സാഹിത്യ പുരസ്കാര വിതരണവും ഇന്നലെയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. ഔട്ട്സ്റ്റാൻഡിംഗ് റൈറ്റർ എന്ന മലയാറ്റൂർ പുരസ്കാരം ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയ്ക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു എഴുത്തുകാരനും അതേപോലെ തന്നെ ശുഭരാത്രി കൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുമായ ശ്രീ ജോർജ് ഓണക്കൂർ, അദ്ദേഹത്തിനാണ് അത് കിട്ടിയത്. അതുപോലെ ശ്രദ്ധേയ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് നമ്മുടെ പ്രിയപ്പെട്ട ഈ സന്ധ്യ അമ്മയുള്ളതിനാൽ എന്ന കവിതാ സമാഹാരത്തിന് സന്ധ്യയ്ക്കാണ് കിട്ടിയത്. സന്ധ്യയ്ക്ക് എനിക്ക് തോന്നുന്നു അമ്മയുള്ളതിനാൽ എന്ന സമാഹാരത്തിന് കിട്ടിയ 3ാമത്തെയോ 4ാമത്തെയോ പുരസ്കാരമാണെന്ന്. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഇന്നലെ ഉണ്ടായിരുന്നത് ഫ്ലവേഴ്സ് TV-യിൽ നമ്മുടെ ശ്രീകണ്ഠൻ ചേട്ടൻ ഒരു വളരെ ഹൃദയസ്പർശിയായ ഒരു ഓർമ്മ അദ്ദേഹത്തെക്കുറിച്ച് നൽകിയതാണ്. അതായത് ശ്രീകണ്ഠൻ ചേട്ടൻ്റെ പുസ്തകം ഇറങ്ങിയപ്പോൾ മലയാറ്റൂരിനോട് അവർ വളരെ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം അന്ന് ആകാശവാണിയിലായിരുന്നു ശ്രീകണ്ഠൻ നായർ. അപ്പോൾ അദ്ദേഹം ചെന്ന് ചോദിച്ചപ്പോൾ വളരെ ഹൃദയാവർജകമായിട്ട് പുതിയ എഴുത്തുകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പുകഴ്ത്തിക്കൊണ്ടും ഒക്കെ ഒരു അവതാരിക എഴുതി കൊടുത്തു. പക്ഷേ അത് DC ബുക്സിലേക്ക് അയച്ചപ്പോൾ DC ബുക്സുകാർ പറഞ്ഞു, ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കില്ല, മലയാറ്റൂരിൻ്റെ കയ്യൊപ്പുണ്ടെങ്കിലേ പ്രസിദ്ധീകരിക്കുള്ളൂ എന്ന്. കാരണം അത്രയേറെ അംഗീകരിച്ചുകൊണ്ട്, പുതിയ എഴുത്തുകാരനെ അംഗീകരിച്ചുകൊണ്ടായിരുന്നത്രേ അന്ന് മലയാറ്റൂർ ആ ലേഖനം എഴുതിയത്. അന്ന് ആകാശവാണിയുടെ ലേബലിൽ അറിയുന്ന ആ ശ്രീകണ്ഠൻ നായർ എന്ന ആൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകും, അല്ലെ അദ്ദേഹത്തിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മലയാറ്റൂർ അന്നേ കണ്ടിട്ടുണ്ടാവണം എന്ന് വേണം കണക്കാക്കാനായിട്ട്. പിന്നെ അതിനൊപ്പം തന്നെ എനിക്ക് വളരെയധികം മനസ്സിൽ തട്ടിയ മറ്റൊരു ഓർമ്മക്കുറിപ്പുണ്ട്. നമ്മളൊക്കെ അറിയുന്ന, ഇന്നലെ എല്ലാവരും പറയുന്നുണ്ട്, അഭിഭാഷകനായിരുന്നു, കാർട്ടൂണിസ്റ്റ് ആയിരുന്നു, എഴുത്തുകാരനായിരുന്നു, IAS, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ മറ്റൊരു നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ ജയറാം സുബ്രഹ്മണി, അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയതാണ്, ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം എഴുതിയത് വായിച്ചപ്പോൾ വേറിട്ടൊരു കാഴ്ചയായിരുന്നു അത്. FB പേജിൽ കൂടി ഞാനൊന്ന് പോട്ടെ, അത് വായിക്കാമേ. അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവും, അതായത് വേരുകളിലെ അമ്മുലുവിൻ്റെ ഭർത്താവ് അത്തിമ്പാർ, നമുക്കെല്ലാവർക്കും അറിയാം, എൻ്റെ മുത്തച്ഛനുമായ പാഞ്ചക്കാട്ട് ശ്രീ സുബ്രഹ്മണ്യയുടെ സ്മരണാർത്ഥം ഒരു ഗ്രന്ഥശാല അദ്ദേഹം ഞങ്ങളുടെ ഗ്രാമത്തിൽ 1981 അന്ന് എനിക്ക് 10 വയസ്സുള്ളപ്പോൾ സ്ഥാപിച്ചു. അന്ന് അദ്ദേഹം ആ ഗ്രന്ഥശാലയ്ക്ക് സംഭാവന ചെയ്ത 1000ഓളം പുസ്തകങ്ങളാണ് വായന എന്ത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത്. പൂമ്പാറ്റയും ബാലരമയും ബാലയുഗവും അമ്പിളിയമ്മാവനും മറ്റും വായിച്ചു വന്ന ഞങ്ങൾ അല്പം ഗൗരവമായി തന്നെ ഈ വായനയെ കണ്ടു. ഇക്കാലത്ത് ഔട്ട് ഓഫ് പ്രിൻ്റായ പല പുസ്തകങ്ങളും ഇന്നും ആ ലൈബ്രറിയിലുണ്ട്. കാരൂർ കേശവദേവ്, തകഴി, പുത്തൂർ ഉണ്ണികൃഷ്ണൻ, നന്ദന, VK വാലത്ത്, MT കോവിലൻ, തടാപുരം സുകുമാരൻ എന്നീ ഗംഭീര എഴുത്തുകാരിൽ പലരെയും ഇന്നത്തെ തലമുറ അറിയുമോ എന്ന് സംശയം. അത് മലയാറ്റൂരിനെ കുറിച്ചുള്ള ഒരു പുതിയ അറിവായി നിങ്ങൾക്കെങ്കിലും തോന്നുന്നില്ലേ? അങ്ങനെയൊരു കാര്യം, അത്തരം കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം ജയറാം ഓർക്കുന്നത്, അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ ഒപ്പം എത്താറുള്ള P ഭാസ്കരൻ മാഷ്, മലയാള നാട് SK നായർ, ആര്യാട് ഗോപി, P ഗോവിന്ദപിള്ള, ബാബു പോൾ എന്ന് അങ്ങനെ എല്ലാവരുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിരുന്നെങ്കിലും അന്ന് ആരൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല അത്രയെന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മാത്രം രചനയല്ല, മലയാറ്റൂരിൻ്റെ മാത്രം രചനയല്ല അദ്ദേഹം ചെയ്തത്. എല്ലാവരുടെയും പുസ്തകങ്ങൾ കൊടുക്കുകയും അത് വായിച്ച് ഒരു തലമുറ തന്നെ വളരുകയും ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് അത്രയേറെ നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ മലയാറ്റൂരിനെ പോലെ ഒരാളെ നമുക്ക് മറ്റ് കാണാൻ പറ്റില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. പിന്നെ ഒരു മികച്ച ഓർമ്മക്കുറിപ്പുണ്ടായിരുന്നു, PM ബിനുകുമാറിൻ്റെതാണ്. ബിനുകുമാറിനെ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് മലയാറ്റൂരുമായിട്ടുള്ള ബന്ധം, ആ അടുപ്പത്തിനെക്കുറിച്ച് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം എഴുതിയപ്പോഴാണ് അത് കൊള്ളാലോ എന്ന് തോന്നിയത്. അദ്ദേഹം എഴുതിയത്, ബിനുകുമാറും CS ജയചന്ദ്രനും കൂടെ ഒരിക്കൽ മലയാറ്റൂരിനെ കാണാൻ പോയി, എന്തോ അഭിമുഖത്തിനായിട്ട്. മലയാറ്റൂരും അത്രയ്ക്ക് മൂടില്ലായിരുന്ന സമയമായിരുന്നു, ഇറങ്ങി പോകുന്നുള്ള മട്ടി ഓടിച്ചു വിട്ടത്രേ. പക്ഷെ ബിനുകുമാർ വിട്ടില്ല, പിന്നെയും ചെന്നു. അങ്ങനെ പിന്നെയുമുള്ള കാഴ്ചകൾക്കിടയിൽ പിന്നീട് വളരെയധികം സൗഹൃദം അവരുമായിട്ടുണ്ടായി എന്നതാണ് ബിനുകുമാറിൻ്റെ ഓർമ്മ.
എനിക്കുണ്ട് ഒരോർമ്മ പങ്കുവയ്ക്കാനായിട്ട്. അതായത് തുടക്കക്കാരായ പത്രക്കാരെ അദ്ദേഹം എത്ര കാര്യമായി കണക്കാക്കിയിരുന്നു. അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഒരാവശ്യവും ഉള്ളതല്ല. കടക്കുപുറത്തെന്ന് പറഞ്ഞാൽ മതി, ഒരു സഹിഷ്ണുതയും കാണിക്കേണ്ട. എൻ്റെ പത്രപ്രവർത്തന യന്ത്രം എന്നുള്ള നോവൽ വായിച്ച കാലം മുതൽ അത് വായിക്കാനുള്ള പക്വതയും പാകതയും ഒന്നും ആകുന്നതിന് മുമ്പ് തന്നെ ആ നോവൽ വായിച്ചാണ്. പക്ഷെ അതങ്ങ് അസ്ഥിയിൽ പിടിച്ചുപോയി. അതിനുശേഷം യന്ത്രം, വേരുകൾ, നെട്ടൂർ മഠം, ഇതൊക്കെ അങ്ങനെ കാണാപ്പാടം, ബ്രിഗേഡിയർ കഥകൾ പിന്നെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് യക്ഷി, പക്ഷെ എന്തോ പൊന്നി എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. എന്തായാലും ഞാൻ ആദ്യമായിട്ട് ഒരു അസൈൻമെൻറ്റ് എൻ്റെ ഓഫീസിൽ നിന്ന്, പത്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ അസൈൻമെൻറ്റ് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഇൻ്റർവ്യൂ എന്നായിരുന്നു. അതിൻ്റെ ഒരു ധൈര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തെ അത്രയേറെ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു ധൈര്യമൊക്കെ ആയിരുന്നു. പക്ഷെ തുടക്കക്കാരിയല്ലേ, കുത്തിയിരുന്ന് കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കി കൊണ്ടുപോയി പേപ്പറിൽ എഴുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരം വരെ യാത്ര എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഈ ഇതെല്ലാം ചെന്നിട്ട് ഫോട്ടോഗ്രാഫറെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല, അത്രയ്ക്ക് ബുദ്ധിയൊന്നും ആയില്ല, തുടക്കമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ ഈ 27 ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. 27 ചോദ്യങ്ങൾ ഞാൻ തയ്യാറാക്കി കൊണ്ടുപോയിരുന്നു. ഈ 27 ചോദ്യങ്ങളിൽ 6 എണ്ണം ചോദിച്ചപ്പോഴേ പുള്ളിക്ക് ശരിക്കും ടിപ്പിക്കൽ ഒറ്റൊടക്കക്കാരിയുടെ എല്ലാ മണ്ടത്തരങ്ങളും നിറഞ്ഞ ചോദ്യങ്ങളായിരുന്നിരിക്കണം. അത് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൃതികൾ വല്ലതും വായിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു എല്ലാം വായിച്ചു, ഒരുമാതിരി എല്ലാം വായിച്ചിട്ടുണ്ട്. എങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന്. ഞാൻ നെട്ടൂർ മഠത്തെക്കുറിച്ച് ചോദിച്ചു. അതിനകത്തെ പല കാര്യങ്ങൾ, അദ്ദേഹം പാച്ചൻ എന്നുള്ള എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു തന്നു, ശിവകാമിയുടെ ഉള്ളെറിഞ്ഞു തന്നു, യന്ത്രത്തെക്കുറിച്ച്. എനിക്ക് ഒരു തുടക്കക്കാരിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ഇൻ്റർവ്യൂ. അത് എഴുതി ഫലിപ്പിക്കുന്ന എങ്ങനെയെന്ന് മാത്രം പിന്നെ ഞാൻ ആലോചിച്ചാൽ മതിയായിരുന്നു. അത് തന്ന് അദ്ദേഹം സത്യത്തിൽ എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു. ശിവകാമിയുടെ കാർട്ടൂൺ വരച്ച് തന്നു ഇതിനൊക്കെ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് പിന്നീട് സുരേഷ് ബാബു അന്ന് ഞങ്ങളുടെ പത്രത്തിലുണ്ട്. അദ്ദേഹം പിന്നീട് സിനിമ തിരക്കഥയൊക്കെ ആയിട്ട് അദ്ദേഹമാണ് നല്ലൊരു കരിക്കേച്ചർ മലയാറ്റൂരിൻ്റെ വരച്ച് അതോടുകൂടി വന്നത്. അപ്പം ഞാനിപ്പോൾ നന്ദിയോടെ ഓർക്കുന്നത് തുടക്കക്കാർക്ക് അദ്ദേഹം നൽകിയ ആ ഒരു സ്നേഹത്തെക്കുറിച്ച്. ഞങ്ങൾക്കെല്ലാവർക്കും, ഒരുപാട് പേർക്ക് തൻ്റെ സമയം നൽകി, തൻ്റെ വീക്ഷണങ്ങൾ പകർന്നു നൽകി, അങ്ങനെയൊക്കെ മാതൃകയായിരുന്നു അദ്ദേഹം. ആ ഒരു ചിത്രം കൂടി ഓർത്താലേ ആ ഓർമ്മ പൂർണ്ണമാകുള്ളൂ. ശുഭരാത്രി.